നമ്മൾ ഈ ലഹരി വിഷയത്തെക്കുറിച്ച് സമീപ ദിവസങ്ങളിലൊക്കെ ഇത്രയധികം ചർച്ച ചെയ്യാൻ ഇടയാക്കിയ പ്രശ്നം എന്ന് പറയുന്നത് കളമശ്ശേരിയിലെ കഞ്ചാവ് വേട്ടയാണല്ലോ. കോളേജിൽ നിന്ന് KSU നേതാക്കളുടെ പക്കൽ അതെ, അവിടെ ഒരു പ്രശ്നമുണ്ട് വിനിഷ. അതായത് ആ വാർത്ത പുറത്തു വന്ന നിമിഷം മുതൽ ഇത് SFIയുടെ തലയിൽ കെട്ടാനാണ് ശ്രമിച്ചത്. അന്ന് രാവിലെ മുതൽ ഉച്ചവരെ എടുത്തിട്ട് അലക്കിയത് SFI നേതാക്കളാണ് ഇതിന് പുറകിലെന്നാണ്. പക്ഷെ പിന്നീട് സത്യം പുറത്തേക്ക് വരുന്നു. KSU നേതാക്കൾ പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു. അതിനെ വല്ലാതെ വെള്ളപൂശാൻ, KSU നേതാക്കളെ വല്ലാതെ വെള്ളപൂശാൻ ഇന്നലെ രാത്രിയിൽ നടന്ന അന്തിച്ചർച്ചകളിൽ പോലും മാധ്യമപ്രവർത്തകരും UDF-ഉം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നേതാക്കൾ എന്നൊരു വാക്ക് പറയുന്നില്ല, പൂർവ്വ വിദ്യാർത്ഥികളാണ്. അതാണ് പ്രധാനപ്പെട്ട പ്രതിയായ സാലിഖടക്കം പൂർവ്വ വിദ്യാർത്ഥി എന്നാണ് മലയാള മനോരമയും മാതൃഭൂമിയും ഒക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നവർ KSU ആണ്. ഈ സാലിക്കിന്റെ കഥ എടുക്കാം. സാലിക്കാണെങ്കിൽ അവിടെ KSUവിന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. അയാൾ യൂണിറ്റ് സെക്രട്ടറി ആയപ്പോൾ പുറത്തിറക്കിയ പോസ്റ്റർ അടക്കം നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്നലെ കൈരളി ന്യൂസ് പുറത്തുവിട്ടത് അത് തന്നെ സാധൂകരിക്കുന്നുണ്ട്. അത് PM ആഷോ പറഞ്ഞതല്ല, SFI പറഞ്ഞതല്ല, KSU ഇറക്കിയ പോസ്റ്ററാണ്. കൈരളി പറഞ്ഞതല്ല, അത് SFIക്കാർ പറഞ്ഞതല്ല, PS സഞ്ജീവോ അല്ലെങ്കിൽ കഴിഞ്ഞ സെക്രട്ടറി PM ആഷോയോ പറഞ്ഞതല്ല. ഇതേ വിഷയം നമ്മൾ പ്രതിപക്ഷ നേതാവിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഇതാ നിങ്ങൾ എന്തുകൊണ്ടാണ് SFIക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവിടെ KSUക്കാരല്ലേ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് നമ്മുടെ മാധ്യമ പ്രവർത്തകർ നമ്മൾ ചോദിച്ചപ്പോൾ നമ്മളെ ആക്ഷേപിക്കുകയായിരുന്നു. കൈരളി പറഞ്ഞാൽ KSUക്കാരൻ പ്രതിയാകില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ പോസ്റ്ററിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഈ ഷാലിഖ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി KSUക്കാരനാണെന്ന്. ആ 2 കിലോ കഞ്ചാവ് പിടിച്ചപ്പോൾ മുറിയിലുണ്ടായിരുന്ന ആകാശ് KSUക്കാരനാണെന്ന് അവിടുത്തെ KSUവിന്റെ യൂണിറ്റ് ഭാരവാഹിയായ ആദിൽ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ 4 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായത്. അതിൽ 3 പേരും KSUക്കാരാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഒരു വിദ്യാർത്ഥി കൂടി അറസ്റ്റ് അനുരാജ്. അപ്പോൾ കൊടുത്ത മറ്റു ചാനലുകളിൽ കൊടുത്ത ക്യാപ്ഷൻ എന്തായിരുന്നു അറിയാമോ? മുഖ്യപ്രതി പിടിയിൽ. അതായത് ഇവനാണ് മുഖ്യപ്രതി, അനുരാജ് ആണ് മുഖ്യപ്രതി. 4ാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അനുരാജ് ആണ് മുഖ്യപ്രതി. അതായത് 1ഉം 2ഉം 3ഉം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരും മുഖ്യപ്രതികളല്ല. അത് ഈ അനുരാജിന്റെ തലയിലേക്ക് കെട്ടിവെച്ച് മുഖ്യപ്രതി അനുരാജ് ആണ് എന്ന തലയിലേക്ക് കെട്ടിവെച്ച ആ KSUക്കാരെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു തന്ത്രമുണ്ടല്ലോ, ഒരു വ്യഗ്രതയുണ്ടല്ലോ മറ്റു ചാനലുകൾ കാണിക്കുന്നത്. ഞാൻ അതിനോടാണ് അതിശയപ്പെട്ടു പോയത് മനു. അല്ല, അതിൽ ഈ സമീപകാലത്തെ അവരുടെ നിലപാടുകൾ എടുത്താൽ നമ്മൾ അതിൽ നിന്ന് അതിശയപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരമാവധി കോൺഗ്രസിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ KSUവിന്റെയോ ഒക്കെ ആളുകൾ പ്രതിസ്ഥാനത്ത് വന്നാൽ അവരെ രക്ഷപ്പെടുത്താൻ, വൈറ്റ് വാഷ് ചെയ്യാൻ വല്ലാതെ ശ്രമങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് തുടർ കാര്യങ്ങളിലേക്ക് ഒന്ന് പോകാം. അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് നൽകിയ അന്യ സംസ്ഥാനക്കാരന് വേണ്ടി പോലീസ് അന്വേഷണം തുടരുകയാണ്. ഹോസ്റ്റലിലേക്ക് ലഹരി എത്തിക്കാൻ വഴിയൊരുക്കിയ കൂടുതൽ പേരുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം. അതേസമയം KSU നേതാക്കളുടെ പങ്ക് വ്യക്തമായിട്ടും വിദ്യാർത്ഥികളെ തിരുത്താൻ മുതിർന്ന നേതാക്കൾ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നൊരു രാഷ്ട്രീയ ആരോപണം കൂടി അതിന് പിറകിലുണ്ട്. തിയോഫിൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. നമുക്ക് തിയോഫിനോട് ചോദിച്ചറിയാം. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. മനു, വിനിഷ, ഗുഡ് മോർണിംഗ്. തിയോഫിൻ, ഇതിന് 2 വശങ്ങളുണ്ട്. ഒന്ന് അതിന്റെ നിയമവശം, മറ്റൊന്ന് രാഷ്ട്രീയ വശം. നമുക്ക് ഓരോന്നായി എടുത്തു പോകാം. ആദ്യം ഇതിന്റെ നിയമപരമായ കാര്യങ്ങൾ. പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇതിൽ ഒരാൾ കൂടി പിടിയിലായിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കഞ്ചാവ് എത്തിക്കുന്ന മുഖ്യകണ്ണിയായ അന്യ സംസ്ഥാനക്കാരനെ തേടുകയാണ് പോലീസ്. അയാളെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? മനു, വിനിഷ, അതായത് ഈ ആലുവയിൽ താമസിക്കുന്ന ഒരു അന്യസംസ്ഥാനക്കാരനാണ് ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുത്തതെന്നാണ് പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരം. ഇയാളെക്കുറിച്ച് പോലീസ് ഊർജിതമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുതൽ ഇയാളുടെ ഫോൺ ഓഫാണ്. അപ്പോൾ ഫോൺ ട്രാക്ക് ചെയ്തുകൊണ്ട് പോലീസിന് ഇയാളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്തായാലും എല്ലാ വഴിക്കും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം ഏറ്റവും പ്രധാനമായും നമുക്ക് ഏത് കേസുകളിലായിക്കോട്ടെ ഇതിൻ്റെ സോഴ്സാണ് കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നത്. കാരണം കഞ്ചാവ് കൈവശം വെച്ചവരെ മാത്രം അറസ്റ്റ് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നതിൽ കാര്യമാകില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക്, അതായത് ഈ ഒരു വിദ്യാലയത്തിൻ്റെ ഹോസ്റ്റലിലേക്ക്, പോളിടെക്നിക്കിൻ്റെ ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിക്കാൻ വിദ്യാർത്ഥികൾ വഴിയാണ് കഞ്ചാവ് ഉള്ളിലേക്ക് എത്തിച്ചെങ്കിൽ കൂടി ഇവർക്ക് കഞ്ചാവ് നൽകിയതാരെന്നുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോകുന്നത്. അതിനുശേഷമാണ് അയാൾക്ക് കഞ്ചാവ് എത്തുന്ന സോഴ്സ്, അങ്ങനെ മയക്കുമരുന്നിൻ്റെ സോഴ്സിലേക്ക് എത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അന്യസംസ്ഥാനക്കാരനെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്. ഇയാൾക്കായി പോലീസ് ഇപ്പോഴും കാര്യമായി തന്നെ അന്വേഷണം തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിക്കാൻ കൂടുതൽ പേർ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളൊരു സംശയം പോലീസിനുണ്ട്. അതും പോലീസ് വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. കാരണം ഏതാനും മാസത്തോളമായി കളമശ്ശേരി പോളിടെക്നിക് കോളേജിൻ്റെ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച മയക്കുമരുന്ന് ഇടപാട് നടക്കുന്നതായുള്ളൊരു സംശയം പോലീസിനുണ്ട്. അങ്ങനെ അത് സ്ഥിരീകരിക്കാവുന്ന രീതിയിലുള്ള ചില സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ഹബ്ബായി കുറച്ച് നാളായി ഇവിടം പ്രവർത്തിക്കുന്നു. അതായത് പോളിടെക്നിക്കിൻ്റെ ഹോസ്റ്റൽ അല്ലെങ്കിൽ പോളിടെക്നിക്കിൻ്റെ ക്യാമ്പസ് പ്രവർത്തിക്കുന്നു എന്നൊരു സൂചന പോലീസിനുണ്ട്. അത് കൂടി ഉറപ്പിച്ചുകൊണ്ടാണ്. കാരണം അങ്ങനെയെങ്കിൽ ഇതിൽ മുൻപ് കൂടുതൽ തവണ
കഞ്ചാവ് എത്തിയിട്ടുണ്ടാകും എന്നതുകൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതെല്ലാം വഴിക്ക് എത്തുന്നുവെന്ന് അന്വേഷിക്കുന്നുണ്ട്. ഇതുകൂടാതെ മറ്റൊരു വിഷയം ബാക്കിയുള്ളത് 4 കിലോ കഞ്ചാവ് കഴിഞ്ഞ ദിവസം എത്തിച്ചു എന്നാണ് ചോദ്യം ചെയ്യലിൽ തന്നെ അനുരാജ് ഉൾപ്പെടെ പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ബാക്കി 2 കിലോ, കാരണം 2 കിലോ കഞ്ചാവാണ് പോലീസിന് ആദ്യം പിടിക്കാൻ കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ ബാക്കി 2 കിലോ കഞ്ചാവ് എങ്ങോട്ട് പോയി എന്നതുകൂടി പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. അത് വിദ്യാർത്ഥികൾ ഉപയോഗിച്ചതാണോ അല്ലെങ്കിൽ ചില്ലറ വിൽപ്പന നടത്തി മറ്റുള്ളവർക്ക് എത്തിച്ചതാണോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ ഇടപാട്, അതായത് ഈ കളമശ്ശേരിയിലെ പോളിടെക്നിക് ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇടപാട് അന്യസംസ്ഥാനക്കാരനിൽ നിന്നും 18,000 രൂപയോളം വില നൽകി വാങ്ങുന്നു. അത് 30,000-ഓളം രൂപയ്ക്ക് ചില്ലറ പാക്കറ്റുകളായി വിൽക്കുന്നു എന്നതാണ് പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരം. എന്തായാലും ഇത് പോലീസ് വളരെ ഗൗരവത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. തന്നെയുമല്ല, കഴിഞ്ഞ ദിവസം പിടിയിലായ അനുരാജ് നേരത്തെ ഇവിടെ കഞ്ചാവ് എത്തിച്ചിട്ടുണ്ട്. കാരണം ഇതിനകത്ത് മറ്റൊരു വിഷയം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഈ ഷാലിക്, ആഷിഖ് എന്നീ 2 വിദ്യാർത്ഥികൾ, ഇവർ പൂർവ്വ വിദ്യാർത്ഥികളാണെന്ന് പറയുമ്പോൾ തന്നെ ഇവർ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പോഴും അവർ അവിടെ, അതായത് സെമസ്റ്റർ ഔട്ടാണ് 2 വിദ്യാർത്ഥികളും. അതിന് കാരണം കൃത്യമായ ഹാജരില്ലാത്തതും അതോടൊപ്പം തന്നെ പഠ്യേതര പ്രവർത്തനങ്ങൾ, മറ്റ് ഈ അസൈൻമെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ഇവർ സമർപ്പിക്കാതെ ഈ കോളേജിലുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഒരു സമയത്തിൻ്റെ, അതായത് ആ സെമസ്റ്ററിൽ തീർക്കേണ്ട കാര്യങ്ങളുടെ കാലാവധി കഴിഞ്ഞ് സെമസ്റ്റർ ഔട്ടാണ് 2 വിദ്യാർത്ഥികൾ. അതുകൊണ്ടാണ് പൂർവ്വ വിദ്യാർത്ഥികളെന്ന് പറയുന്നത്. പക്ഷേ പഠനം പൂർത്തിയാക്കിയിട്ടുമില്ല. എന്തായാലും ഒരു ഒഴിവഴിവ് പറയാനുള്ളൊരു കാരണം കൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയായിരിക്കാം. മറ്റൊന്ന്, ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിപ്പോയ വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള, അതായത് നമ്മളിപ്പോൾ സൂചിപ്പിച്ച ആഷിഖിനെയും ഷാലിഖിനെയും പോലെയുള്ളവർ ഹോസ്റ്റലിൽ പലപ്പോഴും വരുന്നുണ്ട്. ഇതിൽ ഒരു വിദ്യാർത്ഥി കഴിഞ്ഞ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ സമയത്ത് കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ എത്തുകയും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വളരെ ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് ഈ വിഷയത്തെ കാണുന്നത്. സോഴ്സ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അതായത് ഇവർക്ക്, വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് നൽകിയ അന്യസംസ്ഥാന തൊഴിലാളി, അതിലൂടെ ഇത് വരുന്ന വഴി കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ. ശരി, ഇനി നമ്മളതിൻ്റെ രാഷ്ട്രീയമായ വശത്തിലേക്ക് വരുമ്പോൾ തിയോഫിൻ, അത് വളരെ ഗൗരവതരമാണ്. കാരണം ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് KSUവിൻ്റെ നേതാക്കളാണ്. ഇപ്പോൾ ഷാലിക്കിൻ്റെ കാര്യമെടുക്കാം. ഷാലിക്ക് അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. അയാൾ യൂണിറ്റ് സെക്രട്ടറി ആയപ്പോൾ KSU ഇറക്കിയ പോസ്റ്റർ നമ്മുടെ മുൻപിലുണ്ട്. അതുമാത്രമല്ല, ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി അവർ പങ്കെടുത്ത പരിപാടി, അതിന്റെ പോസ്റ്ററുകൾ നമ്മുടെ മുൻപിലുണ്ട്, ദൃശ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. KSUവിന്റെ മുതിർന്ന നേതാവ് ജിഷ്ണു അടക്കമുള്ളവർ ആ ചടങ്ങിൽ പങ്കെടുത്തത് നമ്മൾ കണ്ടതാണ്. മറ്റൊന്ന്, ഈ 2 കിലോ കഞ്ചാവിനോടൊപ്പം പിടികൂടിയ ആകാശ് KSU പ്രവർത്തകനാണെന്ന് അവിടുത്തെ യൂണിറ്റ് ഭാരവാഹിയായ ആദിൽ തന്നെ സ്ഥിരീകരിക്കുന്ന ബൈറ്റ് നമ്മുടെ മുൻപിലുണ്ട്. ഇത്രയും കാര്യങ്ങളുണ്ടായിട്ടും SFIയെ പിരിച്ചുവിടണമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും മത്സരിച്ച് ആരോപണം ഉന്നയിക്കുന്നത് SFIക്ക് നേരെയാണ്. അപ്പോൾ ഇവരിങ്ങനെ ഈ തെറ്റു പറ്റിയിട്ടും KSUവിന് സംരക്ഷണം കൊടുത്തുകൊണ്ടിരുന്നാൽ യഥാർത്ഥത്തിൽ അത് സഹായിക്കുന്നത് ആരെയായിരിക്കും? ആ രാഷ്ട്രീയ നിലപാട് കൊണ്ട് ഈ വലിയ വിപത്തിനെതിരായ പോരാട്ടത്തിൽ കേരളത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? മനു അവസാനം പറഞ്ഞ ചോദ്യത്തിന് തന്നെ ഇത്തരത്തിലൊരു ശ്രമവുമായി മുന്നോട്ട് പോയാൽ സംയുക്തമായി, അതായത് സമൂഹം ഒറ്റക്കെട്ടായി ലഹരിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ആ ശ്രമം എവിടെയും എത്താതെ പോകും. ഇവിടെയും രാഷ്ട്രീയം കാണാനുള്ള ഒരു ശ്രമമാണ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിദ്യാർത്ഥികൾക്ക്, അതായത് ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തല ബോധ്യമായെങ്കിൽ അവരെ തിരുത്താൻ തയ്യാറാകണം. കാരണം ഒന്ന്, നമുക്ക് രാഷ്ട്രീയമല്ല ഇവിടെ പറയേണ്ടത്. കാരണം ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവരാണെങ്കിലും യുവതലമുറയാണ്, വിദ്യാർത്ഥികൾ വഴിതെറ്റിയാൽ തിരുത്തേണ്ട ചുമതല സമൂഹത്തിനാണ്. അവരെ തിരുത്താൻ ഒറ്റക്കെട്ടായി ശ്രമിക്കുകയും വേണം. പക്ഷേ ഒരു വിഭാഗം, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോൾ നമ്മളിപ്പോൾ KSU വിദ്യാർത്ഥികളാണെങ്കിൽ അവരെ തിരുത്താൻ ഏറ്റവും എളുപ്പം കോൺഗ്രസിൻ്റെ നേതാക്കൾക്കാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളിലെ വിദ്യാർത്ഥികളാണെങ്കിൽ അവരെ തിരുത്താൻ എളുപ്പം. കാരണം ഇതിനകത്തൊരു സ്വാധീനം കൂടിയുണ്ട്. കാരണം അവർ മുന്നിൽ കാണുന്ന നേതാക്കൾ, റോൾ മോഡലായി കാണുന്ന നേതാക്കൾ അവരെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ വളരെ പെട്ടെന്ന് സാധ്യമാകും. അതിനുള്ളൊരു ശ്രമത്തിന് നിൽക്കാതെ അവരെ സംരക്ഷിക്കുക. അതായത് ഇത് രാഷ്ട്രീയമായി തങ്ങളുടെ നേരെ വരാതിരിക്കാൻ അവരെ നേരത്തെ, അതായത് പൂർവ്വ വിദ്യാർത്ഥികളാണ്, അവർ നേരത്തെ യൂണിയനിൽ നിന്ന് ഒഴിഞ്ഞു പോയവരാണ്, ഒഴിവാക്കിയതാണ്. അത്തരത്തിലുള്ള പല ബാലിശമായ വാദങ്ങൾ പറയുന്നു എന്നല്ലാതെ ഇവരെ തിരുത്താനായിട്ട് ഒറ്റക്കെട്ടായി തിരുത്തണം. നിലവിൽ ആ വിദ്യാർത്ഥി സംഘടനയുടെ ഇപ്പോൾ നേതൃത്വത്തിലുള്ളവർ, നിലവിലുള്ള വിദ്യാർത്ഥികൾ ആരെങ്കിലും വഴിതെറ്റി പോകുന്നുണ്ടോ എന്ന് നോക്കാൻ ശ്രമിക്കണം. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തെറ്റുന്നതിന് മുമ്പ്, അതായത് വഴിതിരിഞ്ഞ് പോകുന്നതിന് മുൻപ് തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം. തെറ്റിയവരുണ്ടെങ്കിൽ അവരെ തിരുത്തണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതിന് പകരം ഇതിനൊന്നും തയ്യാറാകാതെ അന്ധമായി തന്നെ ഒരു രാഷ്ട്രീയ വിരോധം, എതിർപക്ഷത്തിൻ്റെ വിരോധം അല്ലെങ്കിൽ മറുപക്ഷത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുക, ഇടത് വിദ്യാർത്ഥി സംഘടനയുടെ തലയിൽ കെട്ടിവെക്കുക, തങ്ങളുടെ കുട്ടികളാരും കുറ്റക്കാരല്ല എന്ന് പറയുക, ആ രീതി ഒട്ടും ഒരു യോജിക്കാൻ കഴിയുന്ന രീതിയല്ല. തിരുത്തണം, എല്ലാവരും തിരുത്തണം. പക്ഷേ ഒരു കാര്യം കൂടി നമുക്കിവിടെ എടുത്തു പറയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം
മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കൂട്ടത്തിൽ SFIയുടെ നടപടി ഒരു മാതൃകാപരമായ നടപടിയായിരുന്നു. കാരണം SFI പലപ്പോഴും തെറ്റ് ചെയ്യുന്നവരെ വളരെ പെട്ടെന്ന് തന്നെ പുറത്താക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയുണ്ട്. ആ രീതിയിലേക്ക് കേസ് വരണമെന്നൊരു സൂചന കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും നേതാക്കൾ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ അവരെ തിരുത്തി നേർവഴിക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതുണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും വേദനാജനകം. മനു, അല്ല, ഒരു കാര്യം കൂടിയുണ്ട്. ഇതിനിടയിൽ വളരെ രസകരമായ ഒരു സംഭവം നടന്നല്ലോ. നമ്മുടെ KSU പ്രസിഡന്റ് അലോഷിയുടെ നേതൃത്വത്തിൽ ഒരു ലഹരി വിരുദ്ധ റാലി നടക്കുന്നുണ്ട്. ആ റാലിയുടെ ഭാഗമായിട്ട് ഇന്നലെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് പഞ്ഞിക്കിട്ടു എന്ന് കേട്ടല്ലോ. അത് മദ്യലഹരിയിലായിരുന്നു എന്നാണ് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത്. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് മദ്യലഹരിയിൽ വന്ന് ഒരു ജില്ലാ പ്രസിഡന്റ് മറ്റൊരു ജില്ലാ സെക്രട്ടറിയെ മർദ്ദിക്കുന്നു, അടിയുണ്ടായി എന്നാണ് അറിയുന്നത്. എന്നിട്ട് പ്രതിപക്ഷ നേതാവ് മറുഭാഗത്തേക്ക് മാറിയെന്ന് പ്രസ്താവനയിടുന്നു SFIയെ പിരിച്ചുവിടണമെന്ന്. മനു, തീർച്ചയായും അതായത് അവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇപ്പോൾ തെറ്റ് സംഭവിക്കുന്നു എന്ന് പറയും തങ്ങളുടെ വിദ്യാർത്ഥി യൂണിയനിൽ പെട്ടവർ തന്നെ രണ്ട് പക്ഷത്തു നിന്ന് അതും വിഷയം ഇത് തന്നെയാണ്, ലഹരി തന്നെയാണ്. അവിടെ മദ്യമായാലും മയക്കുമരുന്നായാലും ലഹരി തന്നെയാണ്. ആ ലഹരിയുടെ പേരിൽ ഏറ്റുമുട്ടുമ്പോൾ അത് ഒരേ പക്ഷത്ത് നിന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നവർ, തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നവർ പിന്നീട് ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുമ്പോൾ അതിലും തിരുത്തൽ വരുത്താൻ നേതാക്കൾ ആരും തയ്യാറായിട്ടില്ല. ഇതിനെ അപലപിക്കാനോ അല്ലെങ്കിൽ അതിലെന്ത് മാറ്റം നടപടി ഉണ്ടാകണമെന്നോ അല്ലെങ്കിൽ നടപടി സ്വീകരിക്കണമെന്നോ അല്ലെങ്കിൽ തെറ്റ് തിരുത്തണമോ ഇത്തരം പരിപാടി ഈ രീതിയിലുള്ള തെരുവിൽ തല്ലുന്നത് ഒഴിവാക്കണമെന്ന് പറയാൻ പോലും ഇതുവരെ ആരും തയ്യാറായിട്ടില്ല. എന്തായാലും പരസ്യമായി ഇത്തരത്തിലൊരു പ്രതികരണം നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്കറിയുന്നത്. എന്തായാലും വഴിതെറ്റിപ്പോകുന്ന ഒരു തലമുറ, ആ തലമുറ, കാരണം അതിനകത്തൊരു വിഷയം കൂടിയുണ്ട് മനു, നമുക്ക് എടുത്തു പറയേണ്ടത്. കാരണം നേതാക്കൾ തമ്മിൽ തല്ലൊഴിഞ്ഞ് മറ്റ് കാര്യങ്ങൾക്കൊന്നും സമയമില്ലാത്തൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവർക്ക് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലുള്ള കുട്ടികളെ, തങ്ങളുടെ യുവതലമുറയെ നേരെയാക്കാൻ കഴിയുക എന്നൊരു ചോദ്യം ബാക്കിയുണ്ട് മനു. ശരി, അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഏതായാലും ഇവിടെ തിരുത്തേണ്ടത് KSU ആണ്. KSUവിനെ തിരുത്താൻ നേതൃത്വം കൊടുക്കേണ്ടത് കോൺഗ്രസ് നേതാക്കളാണ്. അവരത് ചെയ്യുന്നില്ല. പകരം അവർ SFIയുടെ തലയിൽ കുറ്റം ആരോപിച്ചുകൊണ്ട് SFIനെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.